എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ? ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 6 വിഷയമല്ലേ, 5 വിഷയം ജയിച്ചു, ഒരു വിഷയം തോൽക്കേണ്ട സാഹചര്യം വന്നാൽ ഗ്രേസ് മാർക്ക് ഇട്ട് ജയിപ്പിക്കുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിരവധിയായി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 +2 പരീക്ഷാഫലം ഈ മാസം മെയ് മാസം 21-ാം തീയതി മെയ് മാസം 21 25 ഈ മെയ് മാസം 21-ാം തീയതി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ? പിന്നെ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഗ്രേസ് മാർക്ക് എല്ലാ വിഷയത്തിനും തുല്യമായിട്ടല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പം 5 വിഷയം ജയിച്ച് ഒരു വിഷയം തോക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു 5 വിഷയം ജയിക്കാനുള്ള മാർക്ക് കിട്ടി, ഒരു വിഷയം ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ല, അങ്ങനെ വരുമ്പോൾ ഗ്രേസ് മാർക്ക് നൽകി ജയിപ്പിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു സംശയം തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിശോധിക്കാം. ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമെന്ന് പറയാം. നിങ്ങളിപ്പം NSS നാഷണൽ സർവീസ് സ്കീം പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഓരോ വർക്കുകളും ഇപ്പം നിങ്ങൾക്ക് ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണും. ക്ലീനിങ് പോലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ കാണും, സ്കൂൾ ക്ലീനിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ നിങ്ങൾ അതിൽ പ്രവർത്തിച്ച് അതിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മുഖേന നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്നുള്ളത്. ആ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും. ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ആഡ് ചെയ്യുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു സംശയം തന്നെയാണ്. ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രേസ് മാർക്ക് ഇപ്പോൾ ഒരു 30 മാർക്കാണ് നിങ്ങൾക്ക് NSS പോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉള്ളതെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, 6 വിഷയത്തിനും തുല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗ്രേസ് മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ആ 30നെ എന്ത് ചെയ്യും, 6 ആക്കിയിട്ട് എന്ത് ചെയ്യും, തുല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗ്രേസ് മാർക്കിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 25 ആണെങ്കിൽ എന്ത് ചെയ്യും, 6 വിഷയത്തിന് എന്ത് ചെയ്യും, 25 മാർക്കിനെ 6 വിഷയത്തിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് എല്ലാ വിഷയത്തിനും തുല്യമായിട്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് അയച്ചു അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ്, 5 വിഷയം ജയിക്കാനുള്ള മാർക്കുണ്ട്, ഒരു വിഷയം ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ല, അങ്ങനെ വരുമ്പോൾ ഗ്രേസ് മാർക്ക് നൽകി എന്ത് ചെയ്യുമോ, ജയിപ്പിക്കുമോ എന്നുള്ളത്. അപ്പം നമ്മളത് മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ അങ്ങനെ ജയിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം നിങ്ങൾക്കിപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു എല്ലാ വിഷയത്തിനും തുല്യമായിട്ടാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത്. ബട്ട് എന്നാൽ പോലും ഏതെങ്കിലും 5 വിഷയം ജയിച്ചു കഴിഞ്ഞ് ഒരു വിഷയം തോൽക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിയുമ്പോൾ, 5 വിഷയം ജയിച്ചു ഒരു വിഷയം തോൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ആ വിഷയത്തിലേക്ക് മറ്റ് വിഷയങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ഓൺ ചെയ്ത് മറ്റ് വിഷയങ്ങളുടെ ഗ്രേസ് മാർക്കും കൂടി ആ തോൽക്കുന്ന വിഷയത്തിലും കൂടി ആഡ് ചെയ്ത് ജയിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജയിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്, അത് നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല. അപ്പോൾ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കും. സാധാരണ ഗ്രേസ് മാർക്ക് എല്ലാ വിഷയത്തിനും തുല്യമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആഡ് ചെയ്യുന്നത്. തുല്യമായിട്ട് എല്ലാ വിഷയത്തിനും ആഡ് ചെയ്യും. ഓരോ വിഷയത്തിനും വ്യത്യാസം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ 30 മാർക്കാണെങ്കിൽ 30 × 6 ഡിവൈഡ് ചെയ്യും. 25 ആണെങ്കിൽ 25 × 6 6 വിഷയത്തിനും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ 5 വിഷയം ജയിക്കാനുള്ള സാഹചര്യമുണ്ട്, ഒരു വിഷയം നിങ്ങൾ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിലേക്ക്, ആ ഒരു സബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യും, മറ്റ് വിഷയങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ഓൺ ചെയ്ത് നിങ്ങളെ ജയിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ NSS പോലുള്ള നാഷണൽ സർവീസ് സ്കീം പോലുള്ള പ്രവർത്തനങ്ങൾ, ഓരോ ക്ലീനിങ്ങും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, കിട്ടുന്ന മാർക്കാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, കിട്ടുന്ന ഒരു മാർക്കാണ് ഗ്രേസ് മാർക്ക്. അത് നിങ്ങളെ സാധാരണ എന്ത് ചെയ്യാൻ കൊടുക്കുന്നത്, കുട്ടികൾക്ക് ഇപ്പം ജയിക്കാനൊക്കെ NSS സഹായിക്കും. NSS പോലുള്ള NSSൻ്റെ ഒക്കെ മാർക്ക് എടുത്ത് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം NSSൻ്റെ മാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം NSSൻ്റെ മാർക്ക് ആഡ് ഓൺ ചെയ്യുമ്പം
നിങ്ങൾ ചില വിഷയങ്ങളൊക്കെ പാസ്സായി പോകാറുണ്ട്. ഇപ്പം നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് NSS മാർക്ക് വെച്ച് നിങ്ങൾക്കത് ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് NSS മാർക്ക് ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് NSS മാർക്ക് എന്ത് ചെയ്യാൻ സഹായിക്കും? നിങ്ങളെ ജയിക്കാൻ സഹായിക്കും. NSS അല്ല, ഗ്രേസ് മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും. അതിൽ NSS പോലുള്ള വിവിധ സംഘടനകൾ ഉൾപ്പെടും. എന്തായാലും വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ ടീമിൽ കാണുന്നവരെ, മൈ നെയിം ഇസ് കറിത, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.